അടുത്ത് പോവാണ് കേട്ടോ. ദേവട്ടൻ ആദ്യമായിട്ടാണ് സ്കൂൾ വന്ന് കൊണ്ടുപോകുമ്പോൾ പറയുന്നത് എന്തിനാ വന്നത്, കാരണം അവന് 3 പീരീഡ് PT ആണ് കേട്ടോ. ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഒന്ന് കൊടുത്തത്. ഷൈമ ചേച്ചിയൊക്കെയാണ് ഇപ്പൊ ക്ലാസ്സിലാണെങ്കിൽ ഇങ്ങനെ ഉള്ളല്ലോ ചോദിക്കുക. എല്ലാവർക്കും മനസ്സിലായിട്ട് ഒരു സ്വഭാവം കളിക്കുന്ന വിചാരം കാറിന്റെ ടയറിന് കാറ്റ് കുറവുണ്ടോ എന്ന് സംശയം. അപ്പൊ ആ പോണ വഴി അതും കൂടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. സ്കൂളിലേക്ക് പോയിട്ട് ദേവുട്ടിനെ എടുത്തിട്ട് നേരെ അമ്മമ്മേനെ അമ്മമ്മേനെ കൊണ്ടുവരാൻ പോവാണ്. നമ്മൾ പോണത് കഴിഞ്ഞിട്ടാണ് പന്തലൂർ. അച്ഛമ്മേന്റെ അമ്മേനാണ് ഞങ്ങൾ കൊണ്ടുപോകാൻ പോണത്. അതാണ് ഞങ്ങൾ അമ്മമ്മ, അച്ഛന്റെ അമ്മമ്മ. നമ്മൾ പോവുകയാണ്. വാണിയമ്പലം എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ റോഡിൽ നല്ല തിരക്ക് കുറവുണ്ട്. കാരണം എന്താ വെച്ചാൽ ഗേറ്റ് അടവിട്ടിട്ടുണ്ട്. ഈ ഗേറ്റ് തുറന്നതിന് ശേഷമുള്ള തിരക്കേക്കാവട്ടെ നമ്മള് പോകണ്ടാവുക. ചവാട്ടില്ല കണ്ടോണ്ട്. ഇനി വാണിയമ്പലം എത്തുമ്പോ നല്ല തിരക്കായിരിക്കും, ഫുള്ള് ബ്ലോക്ക്. ഇതുകൂടെ പോകുമ്പോൾ ഒരൊറ്റ സീന് മാത്രമേ കേട്ടോ. വാണിയമ്പലം ബ്ലോക്ക്, വാണിയമ്പലം ബ്ലോക്കാണ് നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റാത്തത്. കുറച്ചൊന്നും ഒരു ദിവസം നമ്മൾ പെട്ടിട്ടില്ല. എന്നിട്ട് അന്നിപ്പോ എന്ത് ചെയ്യുന്നു, അന്ന് സ്പെഷ്യൽ വണ്ടി വന്നതുകൊണ്ട് എന്നിട്ട് 2 ലോറി അന്ന് ഒരൊറ്റ പാട്ടലാണ്. എന്നിട്ട് അന്ന് പരിപാടിക്കല്ലേ നമ്മള് പോണത്. എപ്പോഴാ പരിപാടിക്ക് എത്തിയത്? 1 മണിക്ക്. എല്ലാവരും ഫുഡ് കഴിക്കുന്ന സമയത്ത് നാണം കിട്ടില്ലല്ലോ. മോശം ഒരു പരിപാടിക്ക് ചെല്ലുമ്പോ അതിന്റേതായ രീതിയിൽ ചെല്ലുന്നുണ്ട്. അന്ന് ഞങ്ങൾ പെട്ടുട്ടോ പണിപ്പടത്തിയപ്പോ. അതുകൊണ്ട് ഞങ്ങൾക്ക് നമ്മൾ ഇത്രയും നേരം ഷോനായി പോകുന്നതിനുള്ള കാരണം ബ്ലോക്കായി. ഇനി നമ്മളൊന്ന് നീങ്ങാനുള്ള ഒരു പരിപാടിയാണ്. എപ്പൊ പോയി കിട്ടോ? അപ്പൊ 3:30ക്കല്ലേ ട്രെയിന്? 3:30ക്ക് ട്രെയിനായിട്ട് 3:45 നമ്മൾ എത്തിയപ്പോഴുള്ള അവസ്ഥയാണ് കേട്ടോ. ഇപ്പോഴും ബ്ലോക്കാണ്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മള് അല്ലോ ഇങ്ങിലേ കാണാന്. അതാ ഞാൻ പറഞ്ഞതേ, അത് നല്ല ഭംഗിയുണ്ട്. അടിപൊളി. ഇത്ര വരെ ബ്ലോക്കിൽ പെട്ട ആൾക്കാർ നിൽക്കാണ് കേട്ടോ. വെറുതല്ല. നമ്മള് നാളെ കുറ്റിയില് അതെന്നെ ഇവിടെയൊന്ന് പ്രാവശ്യത്തെ പാട്ടുത്സവം ഉണ്ടായിരുന്നത്. അപ്പൊ ദേ നമ്മൾ പോവുകയാണ്. ഇനി ബ്ലോക്ക് ഒന്നും ഇല്ലാതെ നമുക്ക് പോകാട്ടോ. ദേവത്തിന് സ്കൂളിൽ നിന്ന് കൊടുത്തിട്ടാണ്. അപ്പൊ ദേവത്തിന് നമ്മൾ എന്തായാലും ജ്യൂസ് വാങ്ങിക്കൊടുക്കാട്ടോ. നിന്റെ മാറില്ല. അച്ഛൻ നടന്നാ വന്നു സ്കൂളിലേക്ക്. അച്ഛൻ പഠിച്ച സ്കൂളാണിത്. എല്ലാ അച്ഛന്മാർ തള്ളമാരല്ല, ഒറിജിനൽ തള്ളല്ലേ. അച്ഛൻ ഇത്ര ദൂരം 4 കിലോമീറ്റർ മുകളിൽ നടന്നിട്ടുണ്ട്. സ്കൂൾ കാണിച്ചതാണ്. അപ്പൊ തള്ളല്ല, എന്റെ സ്കൂൾ കാണിച്ചതാ. ഞാൻ പഠിച്ച സ്കൂള് 8, 9, 10 സ്കൂൾ പഠിച്ചത് ഇപ്പൊ കാണിച്ചത് എവിടെ ഓർമ്മകൾ ഓടി ഇതാണ് സ്കൂൾ. റൈറ്റ്. ഇനി ഇങ്ങനെ കാണും. അന്ന് ഞങ്ങൾക്ക് ഇതിൽ വഴിയില്ല. ചെറിയ വഴി ഞങ്ങൾ നടന്നു. അതൊക്കെ മതിൽ കെട്ടി. ഇവിടുന്ന് ഞാൻ നടന്നു പോണം. എത്ര ദൂരം? എത്ര കിലോമീറ്റർ അറിയും? ഇവിടുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 4 കിലോമീറ്റേഴ്സ് കേട്ടത് കേട്ടോ. ദേവട്ടെന്ന് പോണ സ്കൂളിൽ ഇറങ്ങി കഴിഞ്ഞാൽ നേരെ സ്കൂളിന് മുമ്പിൽ പോയി ഇറങ്ങും. നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരാം. ഒരു സൈക്കിൾ പോലുള്ള. അങ്ങനത്തെ ഏട്ടന്റെ തള്ളിമറിക്കലെ കഴിഞ്ഞ് നമ്മൾ ഇതാ മാമേന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ അമ്മമ്മേനെ കൊണ്ടുപോകാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. മാമ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിരുന്നു. അപ്പൊ അതിന്ന് റിട്ടയർ ആയതിന്റെ സ്നേഹാദരാണ് കേട്ടത്. ഇത് കൊടംപുളിയുടെ ചെന്ന് കണ്ടോ? കൊടംപുളി ഉണക്കണത് ഞാൻ ആദ്യമായിട്ട് കണ്ട സംഭവം. അതെ, അഞ്ചു ചേച്ചി എന്നാണ്ട് അത് താത്തിക്കള അതല്ല ഡിയാസ് എടുത്തേ. ഞാൻ കടുമ്പന്താ
ആ എന്നോട് ഇങ്ങനെ കഥ അറിയേ. കുട്ടിയുടെ പറയുന്നുണ്ട് ഞങ്ങള് ഇങ്ങോട്ടാ പോയത്, ഇങ്ങോട്ട് നെന്മിലേക്ക് അമ്മ ഞങ്ങളെ നാട്ടിലെത്തിട്ടോ. ഇതാണ് നമ്മുടെ പൂക്കോട്ടും പാടം. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളി. ഇതാണ് നമ്മുടെ പൂക്കോട്ടും പാടം. പൂക്കോട്ടും പാടം. ഞങ്ങള് ഇവിടുന്നാണ് എന്താ വണ്ടി അല്ല വണ്ടി വാങ്ങിയതല്ല. കുഴങ്ങിയാ അമ്മ ആദ്യമായിട്ടാണ് നമ്മളെ വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. ഞങ്ങളുടെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സി യു.